എന്തുകൊണ്ടാണ് ഷാങ്ക്സ് ലോക്കിയെ തടവിലാക്കിയത്? നമുക്ക് നോക്കാം. റീസെന്റ് ഇറങ്ങിയ വൺ പീസ് മാങ്കയിൽ എന്തിനാണ് ലോക്കി തന്റെ സ്വന്തം അച്ഛനെ കൊന്നതെന്നും എന്തിനു വേണ്ടിയാണ് അത് ചെയ്തതെന്നും വിശദമായി പറയുന്നുണ്ട്. ഇതെല്ലാം അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഷാങ്ക്സ് ലോക്കിയെ പിടിച്ചുകെട്ടി തടവിലാക്കിയത്? ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് റോക്സിന്റെ മരണത്തിന് ഉത്തരവാദികളായ വേൾഡ് ഗവൺമെന്റിനോട് ലോക്കിക്ക് അതിയായ ദേഷ്യവും മരി ജോയി അറ്റാക്ക് ചെയ്യാനുള്ള പ്ലാനും ലോക്കിക്കുണ്ടായിരുന്നു. ഇതറിഞ്ഞ ഷാങ്ക്സ് ലോക്കിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും മരി ജോയി അറ്റാക്ക് ചെയ്യാനുള്ള സമയം ഇതല്ല എന്നും കുറച്ചുകൂടെ കാത്തിരിക്കണമെന്നും ഷാങ്ക്സ് ലോക്കിയോട് പറഞ്ഞു. ഒരുപക്ഷെ ജോയ് ബോയുടെ അവേക്കനായിരിക്കണം ഷാങ്ക്സ് ഇവിടെ ഉദ്ദേശിച്ചത്. പക്ഷേ എടുത്തിയാട്ടക്കാരനായ ലോക്കി ഇതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. എങ്ങനെയെങ്കിലും സെബക്കിന്റെയും അച്ഛന്റെയും മരണത്തിന് പ്രതികാരം ചെയ്യണമെന്ന ഒറ്റ ചിന്തയായിരുന്നു ലോക്കിക്കുണ്ടായിരുന്നത്. ലോക്കിയെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഷാങ്ക്സ് ലോക്കിക്കെതിരെ തിരിയുകയും ലോക്കിയെ ഡിഫീറ്റ് ചെയ്ത് തടവിലാക്കുകയും ചെയ്തു. കാരണം ഷാങ്ക്സിന് അറിയാമായിരുന്നു ഇപ്പൊ വേൾഡ് ഗവൺമെന്റിനെതിരെ വാറിന് പോയാൽ എന്തായാലും എൽഡേഴ്സിന്റെ കൈകൊണ്ടോ എമ്മുന്റെ കൈകൊണ്ട് ലോക്കി മരിക്കുമെന്ന്. കൂടാതെ ലോക്കി കഴിച്ചിരിക്കുന്ന ഡെവിൾ ഫ്രൂട്ട് അത്രത്തോളം റെയറും പവർഫുൾ ആയതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന അപ്കമിംഗ് ബാറ്റിൽ ലൂഫിക്ക് സഹായകമാകുമെന്ന് കരുതിയിട്ടായിരിക്കണം ലോക്കിയെ ഷാങ്ക്സ് ഇപ്പോൾ തടവിലാക്കിയത്. ഇത് വെറും ഒരു തിയറി മാത്രമാണ്. നിങ്ങൾക്കും ഇതുപോലുള്ള വേറെ തിയറീസ് ഉണ്ടാകും. നിങ്ങളുടെ തിയറീസ് എന്ത് തന്നെയായാലും താഴെ കമന്റ് രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.